You were the one that I found. Sola vanda sollite po. Why didn't you tell me enough? Sola vanda sollite po. I ponder in closure. Remember the world that is out there. നിന്നെ ഞങ്ങൾ ആരാധിച്ചു സ്തുതിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ദാസൻ ഡോണിനെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതെന്ന നിന്റെ അനന്ത കാരണത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിവെക്കുന്നവനെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസ്ഹാക്കിനെയും റെബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശമാക്കിയ കർത്താവെ, നിന്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനേക്കും ആമേൻ. വിശുദ്ധ ഗ്രന്ഥ വായന. സോളമന്റെ ഉത്തമ ഗീതത്തിൽ നിന്നുള്ള വായന. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴകളിലൂടെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എൻ്റെ ഓമനി, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി പറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി, ഗാനാലാപത്തിന്റെ സമയമായി. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവെ, അങ്ങയുടെ ദാസന്മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം നടത്തുവാൻ പോകുന്ന നിന്റെ ദാസരായ ഡോണിനെയും സാറയെയും വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സ്നേഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മർത്തോമാ സ്ലീഹയുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് ഇവർ സ്വയം സജ്ജമാകുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, ഇസഹാക്കിനെ റെബേക്കയെയും ആശീർവദിച്ച് തന്റെ അവകാശികളാക്കിയതുപോലെ നിന്റെ ഈ ദാസരുടെ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ തന്നെയാണല്ലോ മനുഷ്യനെ സ്ത്രീ പുരുഷന്മാരായി സൃഷ്ടിച്ചതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനായി അവരെ തമ്മിൽ യോജിപ്പിച്ചതും. അതിനാൽ ഇന്ന് നടക്കുന്ന വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കണമേ. വാഗ്ദാനം പാലിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവെ, ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി ഇവരെ നയിക്കണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും. Faces with smiles all around. In the vahanam naan paakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ സാറയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തുവോ? സാറ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ ഡോൺ ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തുവോ? Never let go, I'll never let go. Thought I knew my way till I found you. You took me to a place I never knew. So take my hand into the great unknown, and I'll never let go. Never let go, I'll never let go. Thought I'd seen it all till I saw you. London in the fall and Paris too. Like a firefly, open the night, alive and bright, chasing old shadows. Please rise from your seats and join us in welcoming the beautiful bride-to-be, Sarah Franco, and the handsome groom-to-be, Don George. Days grow longer and nights grow shorter as I free. Passing streetlights and starry moonlight and I fly I see, I feel no sorrow. Chale, nikle, तुझे की तरह. There, I see, I feel no sorrow. Chale, nikle, तुझे की तरह. Like a firefly, open the night, alive and bright, chasing all shadows. Like a firefly, open the night, alive and bright, chasing all shadows. Like a firefly, open the night, alive and bright, chasing all shadows. Like a firefly, open the night, alive and bright, chasing all shadows. Like a firefly, open the night, alive and bright, chasing all shadows.
chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. So beautiful, so beautiful, so beautiful, beautiful. When it's just you and me, so beautiful, so beautiful, you're so beautiful. Hummingbird sing a song, forget the words you told. You come around and leave again, forget me when you're old. സ്നേഹസമ്പന്നനായ വിവാഹം ചെയ്യാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുമിക്കുന്ന ദാസൻ ധോണിയെ ആഹ്വാനിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന മാസിന്റെ ആനന്ദകാരണത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവരെ സംയോജിപ്പിക്കുന്നവനായ ദൈവം വിശ്വാസിനെയും റെബേക്കയെയും ആശീർവദിച്ചു തന്റെ അവകാശമാക്കിയ കർത്താവെ, നിന്റെയും മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നത് സഭയെ നിർമ്മല മധുവായി സ്വയം സ്വീകരിച്ച മിശ്രനാകാം. ഇന്ന് നടക്കാൻ പോകുന്ന ഈ വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഉൽപ്പത്തി 24:63-67 ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമക്ഷനായി വൈകിട്ട് നടത്തുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റെബേക്കയും ശരിച്ചു വെച്ച് നോക്കിയത്. ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പൊക്കി നിന്ന് താഴെയായിരുന്നു. അവൾ കൃത്യനോട് ചോദിച്ചു, അങ്ങ് അകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യനാരാണ്? കൃത്യം പറഞ്ഞു, അവനാണ് എന്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം കൃത്യം ഇസ്ഹാക്കിനോട് പറഞ്ഞു. ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മ താഴായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു.
അങ്ങനെ അമ്മയുടെ വേർപാട് ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവെ അങ്ങ് പ്രാർത്ഥനയ്ക്ക് വേണ്ടാകുന്നേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം എന്ന കുദാശത്തിൽ ജീവിക്കാൻ പോകുന്നതിന്റെ ദാസരായ സാറായും ടോണിയും വിശ്വസ്തയോടെയും സന്തോഷത്തോടും കൂടി കുടുംബജീവിതത്തിൽ കുറിച്ചു നിൽക്കുന്നതിനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ സംരക്ഷിച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ശ്രീധന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സർവവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മക്കോമ ശ്രീയുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ കുടുംബ ജീവിതത്തിൽ ഇവർ വിജയം കഴിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പരിശുദ്ധാത്മായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിരിക്കുന്നു. അങ്ങ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ മുന്നിൽ വരുന്നു. അങ്ങ് മനുഷ്യനെ സകല ജീവകാലങ്ങൾക്കും ഉപരിയെ സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കും അങ്ങനല്ല അവൻ ചേർന്നിരിക്കുകയും ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്തുകൊണ്ട് ജീവിതസഖിയെ നൽകി ഏകാന്തയിൽ നിന്ന് കഴിച്ചുയർത്തുകയും ആ വിവാഹം ആശീർവദിക്കുകയും ചെയ്തുകൊണ്ട് ആദത്തിന് ഔവായെയും അബ്രഹാത്തിന് സാറായെയും ഇസ്ഹാക്കിന് റബേക്കയും ജീവിതസഖിയെ നൽകി അനുഗ്രഹിക്കുന്നത്. ഇന്ന് വിവാഹ അംഗത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ ആസ്വദിക്കണം. കർത്താവെ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചു വിവാഹം എന്ന ദേവവിളിയിൽ ജീവിതാന്ത്യം വരേക്ക് വരുവാൻ കർത്താവെ നീ ആഗ്രഹിക്കുന്നു. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കേട്ടതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം വിശ്വസ്ത പുലർത്തുന്ന നാമിയും തമിഴുമാകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണം. കാനായിലെ കല്യാണ ബിസിനസ് സംബന്ധിച്ച് 10 പതിനാരെയും കുടുംബാംഗങ്ങളെയും ആശ്രയിച്ച് അനുഗ്രഹിച്ച ഈശോനത് ഇന്ന് വിവാഹത്തിനാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും നിനക്ക് നിങ്ങൾ സ്നേഹിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ ഉത്തരങ്ങൾ നീക്കി ഈ മകനെ ആസ്വദിക്കുന്നു. ഈ കുടുംബത്തിന്റെ കൽപ്പനായ ലോകത്തെ ഞങ്ങളുടെ അമ്മയെ പ്രശസ്തമായിരിക്കുന്നു. സകല വിശുദ്ധരെയും ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെയും ഇത് ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. To describe it, I've never felt this way before. Every door opened and let all the light in, and now I can see for miles and miles since I found you. Every day you're showing me how to, yeah. How could I ever begin to describe it? We got the whole world before us. It's the moment when you know it. This is where everything begins. This is as good as it could get. You give me something that I never will forget. A feeling like this. Like this. So color the morning in crimson and violet. There's so much waiting to be found. Let every mountain and river remind us there's beauty in every twist and turn that we're taking. This is a masterpiece in the making, yeah. And how could I ever begin to describe it? We got the whole world before us. It's the moment when you know it. This is where everything begins. This is as good as it could get. You give me something that I never will forget. A feeling like this. A feeling like this.
വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലമറക്കാരനെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലമറക്കാരൻ വിളിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം പുതിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലമറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് നിങ്ങൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമെന്നാണ്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരുന്നു. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ശിഹായിലേറെ സ്നേഹമുള്ള ഡോൺ, സാറ, ഇവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, ഡോണിൻ്റെയും സാറായുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, വിവാഹം എന്ന ആശയിലൂടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുന്ന ദിവസം. ഈ ദിവസത്തിനായിട്ട് ഇവർ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. തൃശ്ശൂർ അതിരൂപതയിലെ ഇടത്തുരുത്തിക്കാരൻ കുടുംബത്തിൽ നിന്ന് സാറ പാലാരൂപത പാളയം റവയിലെ കുന്നത്തേഴ് കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. അന്ന് മുതൽ 2 വീടുകൾ തമ്മിൽ ഇവിടെ ഒന്നിക്കുകയാണ്. അതിലേറെ 2 സംസ്കാരങ്ങളുടെ ഒരു ഒന്നിപ്പ് കൂടിയുണ്ട്. പാലക്കാരും തൃശ്ശൂരുകാരും തമ്മിൽ സംസാരത്തിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരാൾ തൃശ്ശൂരുകാരെ കണ്ടാൽ സംസാരം കേട്ട് കഴിയുമ്പോൾ തന്നെ തൃശ്ശൂരുകാരനാണോ എന്ന് ചോദിക്കും. അതെല്ലാം രക്തത്തിൽ അടിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടുത്തെ കുടുംബ സാഹചര്യത്തിൽ നിന്നും ഒരുപക്ഷെ തികച്ചും വ്യത്യസ്തമാണ് പാളയം എന്ന ഗ്രാമീണ പ്രദേശത്തെ അതിപുരാതനമായ കുന്നത്തേടത്ത് കുടുംബത്തിലുള്ളത്. പാളയം റവയിലെ തന്നെ പുരാതന കുടുംബങ്ങളിൽ ഒന്നാണ് കുന്നത്തേടത്ത് കുടുംബം എന്ന് എനിക്കറിയാം. മറ്റ് പല കുടുംബങ്ങളും ഇതിൻ്റെ കൈവഴികളായിട്ട് പിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറവാട്ടിലാണ് ജോർജിയേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസം. സാറ പുതിയ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം ഭവനത്തിൽ ലഭിച്ച ആ സുരക്ഷിതത്വവും സ്നേഹവും പരിഗണനയും ലാളനയും എല്ലാം നൽകുവാനായിട്ട് ഡോണിന്റെ മാതാപിതാക്കൾക്കും സാധിക്കും. ഒരു പുതിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 5 വർഷം ഒരു സ്ഥലത്ത് സേവനം ചെയ്തതിനു ശേഷം മറ്റൊരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യ കാലങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു 6 മാസങ്ങൾ എടുക്കും ആ പുതിയ സ്ഥലവുമായിട്ട് പരിചയപ്പെട്ട് ആളുകളെ മനസ്സിലാക്കി പോകുവാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും സാധാരണ ഉണ്ടാകും. എങ്കിലും അതെല്ലാം മനസ്സിലാക്കി ഏറ്റവും സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി സ്വന്തം മകളായിട്ട് കുന്നത്തേടത്ത് കുടുംബത്തിൽ അവളെ സ്വീകരിക്കും. അതാണ് കുന്നത്തേടത്ത് കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, വിവാഹം എന്ന ഉദാസ മഹനീയമാണ്. വിവാഹം എന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേരുവാൻ സമൂഹം നൽകുന്ന പരസ്യമായ ഒരു അംഗീകാരത്തിനേക്കാൾ ഉപരിയായി ദൈവം ഇവരെ ഒന്നിപ്പിക്കുകയാണ്. ഡോണിനെ സംബന്ധിച്ച്
വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഓർത്ത് കാണും ഡോണിപ്പോൾ എന്നെ കിട്ടുമെന്ന്. പക്ഷെ അവരെല്ലാം പറ്റിച്ചു, അവരെല്ലാം പറ്റിച്ചു. ഡോണിന് വേണ്ടി സാറായെയാണ് ദൈവം കരുതിയിരുന്നത്, സാറായെ മാത്രം. അതാണ് ദൈവം നിശ്ചയം. അപ്രകാരം ദൈവം നിശ്ചയിച്ചത് പൂർത്തീകരിക്കുമ്പോൾ അത് സന്തോഷപ്രദമാണ്. എങ്കിലും ചെറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സൗന്ദര്യപ്പെടലുകൾ ഉണ്ടാവാം. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമാണ് നമ്മളെ വാലയിൽ വെച്ച് ഒന്നിപ്പിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവയെല്ലാം മറികടക്കുവാനായിട്ട് ഒരു പടി കൂടി ഞാൻ കടന്നു പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളുടെ കിടപ്പറയിൽ തന്നെ പരിഹരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഒരു കുടുംബത്തിന്റെ തകർച്ചയാണല്ലോ ചർച്ചാ വിഷയമാക്കുന്നത്. പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാതൃകാ ദമ്പതികളായിട്ട് സോഷ്യൽ മീഡിയയിൽ വിളങ്ങിയിരുന്ന ഒരു കുടുംബത്തിന്റെ തകർച്ച മലയാളികളെല്ലാം വലിയ ആഘോഷിക്കുകയാണ്, അത് ചർച്ചാ വിഷയമാക്കുകയാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം എങ്ങനെ സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കാമെന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നൽകി മാതൃക നൽകി ജീവിച്ചവരാണ്. അവരുടെ ഒരു പതനം എല്ലാവരും ആഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അത് നാട്ടുകാരുടെ അറിയുവാനിടയായി. ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സൗന്ദര്യപ്പെടാക്കുന്നുണ്ട്, അത് നാട്ടുകാരോ ഇവൻ മാതാപിതാക്കൾ പോലും അറിയാതെ നിങ്ങളുടെ കിടപ്പറയിൽ തന്നെ അതിനെ പരിഹരിക്കുവാനായിട്ട് സാധിക്കണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, കോപിച്ചുകൊള്ളുക, എന്നാൽ സൂര്യാസ്തമനം വരെ നീണ്ടുപോകരുത്. കോപിച്ചുകൊള്ളുക, എന്നാൽ സൂര്യാസ്തമനം വരെ അത് നീണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ, ഭാര്യാഭർത്താക്കന്മാരുടെയിൽ ഉണ്ടാകുന്ന, കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് ഉത്തമ കുടുംബമായി മാറുന്നത്, തിരിക്കുടുംബമായി മാറുന്നത്. ഒരു പ്രശ്നവുമില്ലാതെ ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ഭാവന ചെയ്യരുത്. കാരണം ചിന്തിക്കുവാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് വിവാഹിതരാകുന്നത്, പ്രതിഭകളല്ല. രണ്ട് പ്രതിഭകളാണ് വിവാഹിതരാകുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വിളിക്കുകയില്ല, മിണ്ടിയല്ല, ചിന്തിക്കുകയില്ല, അഭിപ്രായം പറയുകയൊന്നുമില്ല. ഇവിടെ രണ്ട് വ്യക്തികളാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ദൈവഹിതമനുസരിച്ച് പരിഹരിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അതിന് കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അല്പം താഴ്ന്നു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അത് ഇരുവരും ചെയ്യാൻ ഒരു കാര്യമാണ്. ഭാര്യ മാത്രം പോരാ, ഭർത്താവ്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എളിമപ്പെടുവാൻ തയ്യാറാവണം, ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലും എളിമപ്പെടുത്തുവാനായിട്ട് തയ്യാറാവണം. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബങ്ങളെല്ലാം വളർന്നു വന്നത്, നിലനിന്നത് കുടുംബ പ്രാർത്ഥനയിലൂടെയാണ്. പള്ളിയിൽ സന്ധ്യാവണി അണിയിക്കുമ്പോൾ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, കുട്ടിന്മേൽ നിന്നിരുന്നു. നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ വരെ കരുതരുത്. പ്രശ്നങ്ങളെയെല്ലാം അവർ പ്രാർത്ഥനയുടെ ബലത്തിൽ മറികടക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ട് രാജ്യങ്ങളിലായിരിക്കാൻ ജോലി ചെയ്യാൻ പോകുന്നത്. അതേ കാലഘട്ടങ്ങൾ ഒന്നിച്ചാണ്. പിന്നീട് കുറച്ച് ജോലി സ്വന്തമായ കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകാം. എങ്കിലും ഫോൺ വിളിച്ചെങ്കിലും ഓരോ ദിവസവും ഒരു നന്മ നിറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കുമ്പോൾ അവിടെ ഒന്നിച്ചുകൊണ്ടൊരു പ്രാർത്ഥന ഉണ്ടാവുകയാണ്, കുടുംബത്തിന്റെ ഐക്യമുണ്ടാവുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. അതിന് മറുവശമുണ്ട്. പ്രാർത്ഥനയില്ലാത്ത കുടുംബം ചിതറിപ്പോകും, ഭിന്നിക്കപ്പെടും. കാരണം കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുവാനായിട്ട് സാത്താൻ
അങ്ങേയറ്റം ഇണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മൾക്ക്, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ അമ്മയെ നിങ്ങൾ കൂട്ടിന് പിടിക്കുക. ഇന്നത്തെ സുവിശേഷമായ എല്ലാ വിവാഹ അവസരത്തിലും വായിച്ചു കേൾക്കുന്ന കാനായിലെ കല്യാണം വരുന്നതിലെ ആ വലിയ മാതാവിൻ്റെ ഇടപെടൽ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ട്. കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന അമ്മയാണ്, നമ്മുടെ സ്വർഗീയ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് യാത്ര ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ സഹായം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ടാകും. ഇരുവർക്കും തുല്യ സ്ഥാനമാണ് കുടുംബത്തിലുള്ളത്. അത് മനസ്സിലാക്കുക. സഭയിൽ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ഭർത്താവ് കുടുംബത്തിന്റെ ശിരസ്സാണെങ്കിൽ ഭാര്യ ആ ശരീരത്തിലെ ഹൃദയമാണ്. ശിരസ്സാണോ ഹൃദയമാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്ന രക്തമാണ് നമ്മുടെ തലച്ചോറുകൾക്ക് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കുടുംബത്തിൽ തുല്യ പ്രാധാന്യമുള്ളവരാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി, പരസ്പര സഹകരണത്തോടുകൂടി, പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കുവാൻ, അതിനെല്ലാം ഉപരിയായി ദൈവാശ്രയ ബോധത്തിൽ വളരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ദേവാലയത്തിന് പ്രത്യേക മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ യൂദാസ്ലിഹായുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമായി തീർക്കട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാപരമായ ആശംസകൾ നേർന്നു. ആദിയിൽ പുരുഷ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ വരുന്ന പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാൽ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ദൈവദാസിയോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. ഭാവന സമൃദ്ധമായി ലഭിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇസബല്ലയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഇസബല്ല വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഗസ്റ്റിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി സ്നേഹത്തോടെ മനസ്സിന്റെ ഐക്യത്തോടു കൂടെ കുടുംബജീവിതം നയിക്കുവാൻ ഭർത്താവായി വിവാഹത്തിനുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി സഭയെ കർത്താവേ, വിശ്വാസവും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാവ്യഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശുദ്ധതയും വിധിമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിലെ വിശ്വസ്തയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ പ്രഭാവനത്തിന്റെ അനുശവസ്ഥാൻ മനുഷ്യാത്മാവെ പത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ഈ ദമ്പതിമാരെ ഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ വിശുദ്ധസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി തിരിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. Look at the stars high above.
that's where we will go. Way far beyond this tired world, into the future. It doesn't make sense, so why should we stay? If you are with me, I don't need any reason. So why should we stay? If you are with me, I don't need any reason to leave what we have, take the next flight. It'll be our adventure, once in a lifetime.
We took a chance, God knows we tried. Yet all along I knew we'd be fine. So pour me a drink, oh no, let's split the night wide open, and we'll see everything we can. Live in love in slow motion, motion, motion. So kiss me where I lay down, my hands pressed to your cheeks, a long way from the playground. I have loved you since we